കേൾക്കാൻ പറയാം 67 റിലേഷൻ. എത്ര വയസ്സായി ഇപ്പൊ ഏജ് 29. 67 റിലേഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ 67 റിലേഷന്റെ കാര്യം പറയുമ്പോഴും അതില് 2 എണ്ണത്തിനെ മനസ്സിൽ തട്ടി സ്നേഹിച്ചതാണ്, ബാക്കിയെല്ലാം ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. പന്ത് കെട്ടുന്ന പോലെ ഞാൻ എന്നറിഞ്ഞിട്ട് പോലും താങ്കൾ ഇത്രയധികം പൊട്ടിത്തെറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം എനിക്കിപ്പോ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ് ചെയ്യത്തില്ല, കാരണം ദൈവം തന്നൊരു ജീവനുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഗെയിം മൈൻഡ് ആയിരുന്നു, ഗേ ആയിരുന്നു. ഇവിടെ കേൾക്കാൻ പറയാം 67 റിലേഷൻ. എത്ര വയസ്സായി ഇപ്പൊ ഏജ് 29. അതുവരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കോൺഫിഡൻസിൽ സ്വന്തം വയസ്സ് ആരോട് ചോദിച്ചാലും അത് പറയാൻ പാടില്ല. നമ്മൾ എന്തുകൊണ്ട് ഹൈഡ് ചെയ്യണം അവരുടെ അടുത്ത്? നമ്മളുള്ള കാര്യം ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതൊരു ദോഷം ചെയ്യും. ഏതൊരു വ്യക്തിയുടെ അടുത്തും സത്യസന്ധതയായിട്ട് മറുപടി കൊടുത്താല് നാളെ ഒരു സമയത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. താങ്കൾ ഒരു ഫിലോസഫർ കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ദോഷം ചെയ്യും. പിന്നെ തിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ തിരുത്താൻ പറ്റത്തില്ല. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അത് അംഗീകരിക്കത്തില്ല, പോവും. ഒരു നിമിഷം കൊണ്ട് തന്നെ അടന്നു പോകും. അത് ഇത്രയും സത്യസന്ധമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ കിട്ടിയിട്ടുള്ളത്. 67 റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. 67 പെറ്റതുള്ള സത്യം 67 റിലേഷൻ. മൈ ഗോഡ്. അപ്പൊ എന്റെ അമ്മയോട് എനിക്ക് ലോകത്താണ് ഇല്ല വേറെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ആദ്യത്തെ പ്രണയം? ആദ്യത്തെ പ്രണയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം ഇപ്പൊ പറഞ്ഞു വന്ന ഇപ്പഴങ്ങ് നിക്കത്തില്ല കേട്ടാ. കുറച്ച് ആദ്യത്തെ ഫസ്റ്റ് പ്രണയം, മറക്കാൻ പറ്റാത്ത പ്രണയം, ചതിക്കപ്പെട്ട പ്രണയം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഈ 67 റിലേഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ 67 റിലേഷന്റെ കാര്യം പറയുമ്പോഴും അതില് 2 എണ്ണത്തിനെ മനസ്സിൽ തട്ടി സ്നേഹിച്ചതാണ്, ബാക്കിയെല്ലാം ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. പന്ത് കെട്ടുന്ന പോലെ ഞാൻ 6 അടിച്ചു വിടുമായിരുന്നു. എന്താണ് 6 അടി മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ തിരക്കുന്നില്ല, ജസ്റ്റ് ടൈം പാസ് ആണ്. അല്ല, ഞാൻ ഒരു കാര്യം ഇപ്പൊ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഒരു ടൈം പാസിന് വേണ്ടി പ്രണയിച്ചു എന്ന് ഇത്ര അഭിമാനത്തോട് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ജീവിതമുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ മനുഷ്യനാണ്. അപ്പൊ അവരുടെ മാനസികാവസ്ഥയെ നിങ്ങൾ കൊല്ലുകയല്ല ചെയ്യുന്നത്. ആണല്ലേ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയാവാ, പെണ്ണിനെ റിയലായിട്ട് സ്നേഹിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ പെണ്ണിനെ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. നീ എന്തെടുക്കുവാണ്, നീ എവിടെയാണ്, നീ എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യം അന്വേഷിക്കും. അത് സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രം. അല്ലാത്തവൻ ജസ്റ്റ് ടൈം പാസ് ആണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ല മറ്റു പലതുമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ഉദ്ദേശം വേറെ ലെവലാ. പിന്നെ അവൻ അതിൽ കൺട്രോൾ ചെയ്യും, അവന്റെ വിളി കുറയും, മെസ്സേജ് കുറയും. അതൊക്കെ ജസ്റ്റ് ടൈം പാസ്. 67 പേര് താങ്കളെടുത്ത് ടൈം പാസിന് വന്ന കാരണം പല ഉദ്ദേശങ്ങളും ആയിരിക്കും വന്നേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് മാക്സിമം അന്നാ സമയത്ത് അങ്ങനെയൊക്കെ ആയിപ്പോയി, സിൻസിയർ ആന്നുള്ള രീതിക്ക് നമ്മളും നിന്ന്. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ ആ ഒരു ഇത് കാണിക്കുന്നില്ല നമ്മളുടെ അടുത്ത്. അപ്പൊ താങ്കൾ ഈ 67 പേരിൽ എത്ര പേര് താങ്കളെ പറ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 പറ്റിച്ചെന്ന് കൂട്ടാം. 60 പറ്റിച്ചു, ബാക്കി 7 നിങ്ങൾ പറ്റിച്ചു. പിന്നെ അത് അങ്ങനെയൊക്കെ ആയിപ്പോയി. സത്യാവസ്ഥ അറിയില്ല. എനിക്ക് ചെറുപ്പം നാളോട്ടെ കല്യാണം എന്നുള്ള സാധനത്തിനോട് വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെ കെട്ടണോന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. കാരണം വെച്ചാല് നമ്മള് ജസ്റ്റ് ഒരു ടൈം പാസ് ആയിട്ട് പോയി, എല്ലാം ഇങ്ങനെ ടൈം പാസ് ആയിട്ടാണ് കണ്ടത്. പിന്നെ എന്നാലും നമ്മള് ടൈം പാസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്നവരും ടൈം പാസ് കളിക്കാനാ വന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ച് എന്നാ പോരെ മാഷെ. ഇങ്ങോട്ട് പന്ത് ഉരുട്ടുമ്പോ തിരിച്ച് അങ്ങോട്ട് ഉരുട്ടാൻ പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ, എങ്കിലും അവിടെ ചേരുമ്പടി ചേരത്തുള്ളല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇതില് കൗണ്ടർ അറ്റാക്ക് ഒന്നും എനിക്ക് ചെയ്യാനില്ല. പറഞ്ഞത് വളരെയധികം പോയിന്റ് ആണ്. ഇങ്ങോട്ട് ടൈം പാസ് ആണെങ്കിൽ ഞാൻ തിരിച്ച് ടൈം പാസ് കൊടുത്തു. വിവരമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലേ അവന്റെ ഉരുണ്ടുകളി എങ്ങോട്ടാണെന്നുള്ളത്. സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ആൺകുട്ടി ഒരിക്കലും, ഞാനിപ്പോ പറഞ്ഞുതരാം ഇവിടെ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം കാണാൻ അവൻ ആഗ്രഹിക്കില്ല. അവൻ ആണത്തുള്ള ആളാണെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം, ഒരു താലിമാല കഴുത്തി വീണതിന് ശേഷം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ് ഒരു സിൻസിയർ ആയിട്ടുള്ള റിലേഷൻ. ശരീരം ആഗ്രഹിക്കാത്ത ഒരു ആണിന്റെ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ശരീരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ നടക്കും, അവന് ജസ്റ്റ് അവന്റെ കാര്യം സാധ്യം, അതേപോലെ അവൻ അടുത്ത വള്ളി പിടിക്കും. അങ്ങനെ നോക്കത്തുള്ളൂ. സിൻസിയർ ആയിട്ടുള്ള പിള്ളേർ ഒരിക്കലും പെണ്ണിന്റെ ശരീരം ആഗ്രഹിക്കത്തില്ല. അത് അന്തസ്സായിട്ട് കെട്ടിയതിനു ശേഷം മാത്രമേ അവൻ ആഗ്രഹിക്കത്തുള്ളൂ. ഇതേ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി ഒരിക്കലും ഒരു ആണിന്റെ സ്വത്തോ അല്ലെങ്കിൽ ആണിന്റെ പൈസയോ
അല്ലെങ്കിൽ ആളുടെ വിലപ്പെട്ട സമയം കളയാൻ ശ്രമിക്കോ ഇല്ലയോ? ഇല്ല. അപ്പോ രണ്ടു ഭാരത സൈഡിലും തെറ്റുകളുണ്ടല്ലോ. ഞാൻ എന്തുകൊണ്ടാ പറയാൻ കഴിച്ചാലേ, അപ്പൊ താങ്കൾ അതുപോലത്തെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളാരെ മാത്രമായിട്ട് കുറ്റം പറയുമല്ല, പെമ്പിള്ളാരുടെ കാര്യത്തിലും പറയാം. അതെ, കാരണം ഞാൻ ആമ്പിള്ളാരെ മാത്രമായിട്ട് ഇവിടെ പറയുന്നില്ല. പെമ്പിള്ളാരുടെ ഒരു മൈൻഡ് വെച്ച്, ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ മൈൻഡ് വെച്ച് നോക്കിയ BMW കാറുണ്ടോ, ബെൻസ് ഉണ്ടോ, 2 നില ബംഗ്ലാവാണോ, ചുറ്റുപാടുണ്ടോ നല്ല രീതിയിൽ, കാണാൻ ഗ്ലാമർ ഉണ്ടോ, അവന് മൊഞ്ചനാണോ, 6 പാക്ക് ഉണ്ടോ, പിന്നെ നല്ല സൗന്ദര്യമാണോ കാണാനായിട്ട്, ജോലിയുണ്ടോ, നല്ല നല്ല ജോലിയാണോ, പണം ഉണ്ടോ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ മൈൻഡ് സെറ്റ്. ഏത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്? ഞാൻ അങ്ങനെ ഒരു പുരുഷന്റെ സൗന്ദര്യം ഇത്തരം കാര്യങ്ങളൊന്നും നോക്കുന്ന ഒരാളല്ല. നല്ല മനസ്സുള്ള ഒരുത്തം മാത്രം മതി. എന്റെ വൈബിന് മാച്ച് ആവണം, അതെനിക്ക് മസ്റ്റാണ്. എന്റെ വൈബിനും ഞാനെന്നൊരു പെൺകുട്ടീനെ മനസ്സിലാക്കണം, അതേ ഉള്ളു. ചുമ്മാ കയറി അങ്ങോട്ട് അപ്പൂപ്പേനെ കണ്ടെന്ന് പറഞ്ഞ് കയറി അങ്ങോട്ട് കയറി പിടി കൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേക്ക് കൊണ്ട് കെട്ടിപ്പോണ്ടേ. എന്റെയൊക്കെ മൈൻഡ് വേറെ ലെവലായതുകൊണ്ട് 67 പേരില്ലേ മനസ്സിലാകത്തില്ല. രണ്ടുപേരെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചെന്ന് പറഞ്ഞല്ലോ. 67 ടോട്ടല്. 67 ടോട്ടല് രണ്ടെണ്ണത്തിന് സ്നേഹിച്ചു. ആ രണ്ടെണ്ണത്തിന് എന്ത് പറ്റി? അതിലൊന്ന് കാര്യമായിട്ട് ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമായിട്ട് എന്തായിപ്പോയി? നമ്മുടെ പ്രൈവസി അല്ലേ. പ്രൈവസിയാണ്. ഓക്കെ, പ്രൈവസി ഞാൻ ചൂഷണം ചെയ്യുന്നില്ല. രണ്ടാമത്തേന് എന്ത് പറ്റി? ആര് ചതിച്ചു? അല്ലെങ്കിൽ ആര് ഇട്ടിട്ട് പോയി? അല്ലെങ്കിൽ ആര് ബ്രേക്കപ്പ് പറഞ്ഞു? ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ ഇവിടെ അത് പറഞ്ഞേക്കാൻ കുഴപ്പമില്ല. ആദ്യത്തെ ഗെയിം മൈൻഡ് ആയിരുന്നു. ഗെയിം മൈൻഡോ? ഗേ ആയിരുന്നു എന്റെ ആദ്യത്തെ റിലേഷൻ. അത് താങ്കൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ആദ്യത്തെ വ്യക്തിക്ക് ഗെയിം മൈൻഡ് ആയിരുന്നു. കാരണം എന്തുകൊണ്ടാ വെച്ചാല് നമുക്ക് നമ്മുടെ ഉപയോഗിക്കുമ്പോ ഒരു ആൺകുട്ടി എന്നൊരു ഇത് തന്നെയാണ്, നമുക്ക് ഒരു കുഴപ്പമില്ല ആൾക്ക്. പക്ഷെ കൂട്ടരോടൊക്കെ ഇവൻ ഞാനും കൂടെ ഒരു ലുലുമാളിൽ പോയി. ലുലുമാളിൽ പോയ സമയത്ത് ഇവൻ നോക്കുന്ന ഫുൾ ആമ്പിള്ളാരെയാ. എന്തിനാണ് ഇവനെ ആമ്പിള്ളാരുമായി നോക്കുന്നത്? ഷെടാ, അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചെടി അവനെ കാണാൻ കൊള്ളാല്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചേ, എടാ നീ പെമ്പിള്ളാരുമായി നോക്കിയാ പോരെ, നീ എന്തിനാടാ ആമ്പിള്ളാരെ നോക്കുന്നേന്ന്. പക്ഷെ എനിക്ക് അന്നും ക്ലിക്ക് ചെയ്തില്ല. പിന്നീട് ഇവൻ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളുണ്ടാകും, ഞാനിപ്പോ പറയുന്നില്ല, കുറെ ഉണ്ട് ഞങ്ങൾ തമ്മില്. അപ്പം ഏതൊരു മൊമെന്റിലാണ് അവൻ ഒരു ഗേ ആണെന്ന് മനസ്സിലായത്? ഞാൻ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങളുണ്ട് അതിന് പിന്നില്ല. അപ്പൊ അത് നമ്മുടെ എന്റെ ആദ്യത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ റിലേഷൻ ആയിരുന്നു ആദ്യത്തെ. കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലൊക്കെ ആളെ മനസ്സിലാക്കിയതാണ് നല്ല ഏറെക്കുറെ. ഞങ്ങള് പറഞ്ഞു വന്ന ഞങ്ങളെ ഫിസിക്കൽ വരെ ആയതാണ്. അപ്പൊ അത് ഞാനിവിടെ പറയുന്നില്ല, പറഞ്ഞാൽ പൊട്ടിക്കരേണ്ടി വരും. അപ്പൊ അതുകൊണ്ടിട്ട് പറയുന്നില്ല, കരച്ചിൽ വരുന്നത്. 4 വർഷത്തെ ഒരു ആത്മപ്രണയം, അത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ഗേ ആയിരുന്നു. താങ്കൾക്ക് ഇതൊക്കെ കേട്ട ജനങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ മാക്സിമം എന്നെ യൂസ് ചെയ്തവൻ എന്നെ. അതിന് താങ്കൾ നിന്ന് കൊടുത്തു. എടാ നമ്മൾ ആദ്യം അറിയുന്നില്ലല്ലോ, നമ്മുടെ ഒരു മാന്യനായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ തേക്കാനുള്ള ഒരു പ്ലാൻ സെറ്റ് അവൻ തന്നെ ഉണ്ടാക്കിയത്. അവൻ തന്നെ പറയുകയും ചെയ്ത് എനിക്ക് സിൻസിയർ ആയിട്ട് ഒരു പെൺകുട്ടീനെ പബ്ലിക്കില് എനിക്കൊരു ആൺകുട്ടീനെ പബ്ലിക്കിൽ കെട്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നിന്നെ പ്രണയിച്ചാണെന്ന് പറഞ്ഞപ്പോ ശരിക്കും വല്ലാത്ത വിഷമായി പോയി. അയ്യോ, വൃത്തികെട്ട പരിപാടിയല്ലേ ചെയ്ത് ശരിക്കും ചെറ്റത്തരായി പോയി. ഇവിടെ പറയാൻ പറ്റില്ല, എന്നാലും സൈയിട്ട് പറഞ്ഞു. അപ്പൊ അവരുടെ സെക്ഷുവാലിറ്റി എന്താന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ താങ്കൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അവനത് എനിക്ക് വിഷമായത് തേപ്പായിരുന്നു, നല്ല തേപ്പായിരുന്നു. അപ്പൊ ഞാനിതിലെ വിഷമിച്ചിട്ട് ആപ്പാടെ വല്ലാത്തൊരവസ്ഥ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, മനസ്സിലായി. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ ചാവാൻ വരെ ഒരുങ്ങിയ ആളാണ്. സൂയിസൈഡോ? വീട്ടുകാർക്ക് അറിയാം അതൊക്കെ. നമ്മൾ എന്താണെന്നും എങ്ങനെയാണെന്നുള്ളതും എൻ്റെ അപ്പനോ അമ്മയോളം വേറെ ആർക്കും അറിയില്ല. അതെൻ്റെ ജീവിതത്തില് ഇനിയിപ്പോൾ വേറെ ഒന്നും കൊണ്ട് പറയല്ല. നാട്ടുകാരും താങ്കൾ നേരത്തെ ചോദിച്ചു, നാട്ടുകാരാണെങ്കിൽ തന്നെ ഞാൻ ആരുടെ ഒന്നിനും മൈൻഡാക്കാൻ പോകുന്നൊരു വ്യക്തിയല്ല. എന്നെ കണ്ട് ഇങ്ങോട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തിരിച്ചു ഞാൻ അങ്ങോട്ട് ചിരിക്കും. എന്നെ കണ്ട് ചിരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ എന്തിനാ അങ്ങോട്ട് ചിരിക്കണം? ഒരാവശ്യമില്ല. അപ്പൊ അതേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ നാട്ടുകാർക്കെന്ന് പറയുന്ന വ്യക്തികൾക്ക് എന്താന്ന് വെച്ചാല് കുഞ്ഞുനാള് മുതലേ ഞാൻ തൊട്ടടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലല്ല ചേട്ടന്റെ വീട്ടിലോ പോയിരിക്കുന്ന ഒരു പെങ്കൊച്ചല്ല. അവർ നോക്കുമ്പോ ഇന്നാളുടെ മോളാണെന്ന് മാത്രമേ അവർക്ക് പറഞ്ഞാൽ മതി. അതാണ് അവർക്കുള്ള അവർ പറയേണ്ട ഒരു കാര്യം, അതാണ് ഇന്നാളുടെ മോളാന്ന് മാത്രം. അല്ലാതെ എനിക്ക് നാട്ടുകാരെ കൂടുതലായിട്ട് അറിയില്ല. എവിടെയെങ്കിലും വെച്ച് കാണുന്ന ഇതെന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചിയല്ലേ, ആ ഒരു ബന്ധമേ ഉള്ളൂ.
പിന്നെ കുറെ ഇപ്പൊ റിയാതൊരു പേര്, അത് നാട്ടുകാർക്ക് അറിയില്ല ഒരു പേര്. എന്റെ ഇപ്പൊ ഈ കണ്ടന്റ് ഒക്കെ കയറി അങ്ങോട്ട് കയറി റീച്ച് ആയപ്പോഴാണ് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയത്, നിനക്ക് റിയ എന്നൊരു പേര് എങ്ങനെ കിട്ടിയിരുന്നു? പഴയ പേര് വരെ വിളിച്ചിട്ടാ വരുന്നത്. എടി നിന്റെ പേര് മേഴ്സി എന്നല്ലേ എടി, നിനക്ക് റിയ എന്നൊരു പേരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ, അപ്പൊ അവർക്ക് എനിക്ക് ഇതൊക്കെ പറയാനുള്ള. ഓരോരുത്തരുടെ ജീവിതത്തില് ഒരുപാട് ട്രോമാസ് ഉണ്ടാവും, അത് പല രീതിയിലാവും. അപ്പൊ എന്റെ കൂട്ടുകാരാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്, നിനക്ക് ഇപ്പൊ അവനുമായിട്ട് ആ ഒരു ഫിസിക്കൽ ചെയ്ത സമയത്ത് നിനക്ക് അറിയത്തില്ല എന്നാണ് ചോദിച്ചത്. എന്റെ ഉള്ളിലെ സംശയം ഒരിക്കലും. കാരണം വെച്ചാ എനിക്ക് നല്ല ഉറപ്പാണ്, കാരണം എന്റെ ആളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല, തേക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. കാരണം ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം, പെൺപിള്ളേർ അറിഞ്ഞ് ശപിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. കാരണം ഞാൻ അവനെ ശപിക്കുന്നില്ല, അവൻ എങ്ങനെയെങ്കിലുമൊക്കെ പോയി ജീവിക്കട്ടെ. താങ്കൾ അവളെ ശപിച്ചില്ലെങ്കിലും താങ്കൾ ഈ കണ്ണുനീര് മാത്രം മതി. എന്തായിക്കോട്ടെ, അത് ഞാൻ അതിനെ പറ്റി അധികാരിയായിട്ട് സംസാരിക്കുന്നു. ഞാൻ എത്രത്തോളം വലിയ യോഗ്യതയുള്ളവളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ ആദ്യത്തെ റിലേഷൻ ഡോക്ടറായിരുന്നു. വണ്ടായൻ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും PG ചെയ്തോണ്ടിരിക്കുക. അപ്പം എന്റെ ആദ്യത്തെ ആള്, ഇപ്പൊ ഞാൻ എല്ലാം തികഞ്ഞവളാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എന്റെ ആദ്യത്തെ റിലേഷൻ എന്ന് പറഞ്ഞാല് ഡോക്ടറായിരുന്നു. എന്റെ അപ്പ അമ്മച്ചിക്കൊക്കെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വരെ വന്ന് 2 ദിവസത്തിന് മുമ്പ് എന്റെ കൂടെ നിന്ന ആളാണ്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോ സിസിന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4.5 വർഷം ആവറേ. ഒരു കൊച്ചുണ്ട്. അപ്പൊ ഞാൻ കെട്ടിയിട്ടില്ല ഇപ്പോഴും. എന്റെ ഇപ്പൊ ഈ 2 കാര്യങ്ങളോട് എനിക്ക് അതിനോടൊരു മൈൻഡ് ഇല്ല ശരിക്കും പറഞ്ഞ. അപ്പൊ എന്റെ ലൈഫിൽ ഇതുപോലൊരു അവസ്ഥ എനിക്ക് ഉണ്ടായപ്പോ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിപ്പോ. എന്റെ ആളുടെ കാര്യം പറഞ്ഞില്ല. അപ്പൊ എന്റെ കൺമുമ്പിൽ തന്നെ നടപ്പുണ്ട് ആള്. അപ്പൊ ആള് PG ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്റെ ആള് ഡോക്ടറാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ ഇമോഷണൽ ആയെന്നൊക്കെ മനസ്സിലായി, ഈ 67 പേരെ താങ്കൾ എങ്ങനെയാണ് ഇപ്പൊ ഫസ്റ്റത്തെ പ്രണയം, ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം 4 വർഷം എടുത്തു? കാരണം വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ. താല്പര്യമില്ലായിരുന്നു, വിവാഹം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ കല്യാണം കഴിക്കണം വേണ്ടെന്നുള്ള എന്റെ ഇഷ്ടമാണ്. എന്നെ ഇപ്പൊ എന്റെ പാരന്റ്സിന് അറിയാം എന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത്. അത് നാട്ടുകാർക്ക് അറിയത്തില്ല. നാട്ടുകാർ നോക്കുമ്പോഴത്തേക്ക് എന്താ, കെട്ടുന്നില്ല, കാരണം പെണ്ണ് കിട്ടാനില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സ്ത്രീധനം വേണ്ടെന്ന് പറയുന്ന കുറെ എണ്ണങ്ങള്. അത് കഴിയുമ്പോ സ്ത്രീധനം വേണ്ടെന്ന് പറയുന്നവരെ വേണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വെരി ഡേഞ്ചർ അത്. ഇതൊന്നും അല്ല എന്റെ ആറ്റിറ്റ്യൂഡ്. കാരണം എന്റെ വൈബിനനുസരിച്ചിട്ടുള്ള ഒരാൾ ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുണ്ട്. അതെനിക്ക് സമയം പോരും. അങ്ങനെ വിശ്വസിക്കുന്നു. വൈബില് സെറ്റ് ആയാൽ മാത്രമേ എനിക്കൊരു ജീവിതം ഉള്ളൂ, അല്ലാതെ കെട്ടില്ല. അത്രയാണ്. കെട്ടാൻ പണ്ടേക്ക് കൊണ്ട് കേട്ടായിരുന്നു. 67 അതാ പറഞ്ഞായിരുന്നേ. കാരണം വെച്ചാല് ടൈം പാസ് ആയിരുന്നു. കല്യാണം ഒന്നും താല്പര്യമില്ലായിരുന്നു, റിലേഷനും ഒന്നിനോടും താല്പര്യമില്ലായിരുന്നു. എല്ലാം ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു എനിക്ക് ഒരു സമയത്ത്. അപ്പൊ എനിക്ക് ഒന്നിനോടും സിൻസിയർ ആകാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എന്നെ തന്നെ സ്വയം നിങ്ങളുടെ അത്ര ഇതായിട്ട് പറയുക. കാരണം സിൻസിയർ ആയിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്നിപ്പോൾ നിസ്സാര കാരണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചേടാ പൊന്നെ വാ, നീ എന്തിനാ പിണങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. അവൻ പോണേ പോട്ടെ, അങ്ങനെ എല്ലാം ടൈം പാസ്സായി. എനിക്ക് തന്നെ അറിയത്തില്ല 67 ആണോ എണ്ണോ എന്നുള്ള ആ ഒരു അവസ്ഥയാണിപ്പോൾ. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണ്, താങ്കളൊരു കൗൺസിലിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് താങ്കൾ അത്രയും ഇമോഷണൽ ആവുന്നുണ്ട്. ഞാൻ വലിയ ഒരാളായിട്ടില്ല, പക്ഷെ നമുക്ക് ചില ആൾക്കാരുടെ തുറന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ താങ്കൾക്ക് ഈ ഒരു കരച്ചിൽ തന്നെ ആവശ്യം വരില്ലായിരിക്കും. ഞാൻ താങ്കൾക്ക് മാനസിക ഇപ്പോൾ കമന്റ് ബോക്സിലൊക്കെ വരും, ഇവന് പ്രാന്താണ് അല്ലെങ്കിൽ ഇവൾക്ക് പ്രാന്താണെന്ന് പറയാണ്, അങ്ങനെയല്ല. പക്ഷെ താങ്കൾ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, താങ്കൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് തന്നെയാണ് താങ്കൾ കണ്ണിക്കൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പല ആൾക്കാരായിട്ട് നമ്മൾ കാണുന്നത് സംസാരിക്കുന്നുണ്ട്. താങ്കളെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് കാണുന്നത്. നമ്മൾ അധികം നേരത്തെ സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ ദൈവത്തിന്റെ. അപ്പൊ അത് താങ്കളൊന്ന് നോക്കാം. അത് റിയ എന്ന വ്യക്തിയെ മാത്രമല്ല,
നമുക്ക് എല്ലാവർക്കും ഒരു എവിടെയോ ഒരു സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്കിപ്പോ എന്റെ വിഷമങ്ങൾ എനിക്ക് എല്ലാവരുടെ അടുത്തും ലോകമെമ്പാടും പറഞ്ഞു നടക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ ആയിട്ടുള്ള വിഷമങ്ങളുണ്ട്, അത് പറയേണ്ട ഇടങ്ങളിൽ ഞാൻ പറയും. ഇപ്പൊ ഞാനിത് പറയാനുള്ള റീസൺ ആണ്, താങ്കൾ ഇപ്പൊ 2 ക്യാമറ ഓൺ ആണ്, മൈക്ക് കണക്റ്റഡ് ആണ്, ജനങ്ങളൊക്കെ കാണും എന്ന് അറിഞ്ഞിട്ട് പോലും താങ്കൾ ഇത്രയധികം പൊട്ടിത്തെറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം എനിക്കിപ്പോ എന്റെ ജീവിതം ഇപ്പൊ ഒരു ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാല് ആത്മഹത്യ ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് ചെയ്യത്തില്ല. കാരണം ദൈവം തന്നൊരു ജീവനുണ്ട്. ഞാൻ ഈ ലോകത്തേക്ക് എന്നെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിനറിയാം എന്നെ എവിടെ എത്തിക്കണമെന്നുള്ള അതിന്റെ ഒരു പ്ലാൻ സെറ്റ് ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് ആത്മഹത്യക്ക് ഒരിക്കലും തോറ്റു കൊടുക്കില്ല. ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ ചത്തില്ല. ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാല് ഞാൻ കെട്ടിത്തൂങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ അത് എന്റെ അമ്മ വന്ന് കണ്ടത് കൊണ്ട് മാത്രമാണ്. എന്റെ അമ്മയാണ് അന്ന് ആ സമയത്ത്. ഞാനിത് കാണുന്ന നമുക്ക് ആരോടും പറയാൻ പറ്റും. പ്രേക്ഷകരോട് പറയുന്നത്, ഇത് കണ്ട് എന്താ പറയാ അനുകരിക്കാനോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനോ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു മണ്ടത്തരം മാത്രമാണ്. നമുക്ക് പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചെയ്ത ആൾക്കാർക്ക് തന്നെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഈ പറയാൻ കാര്യം എന്താ അറിയോ? കാരണം വെച്ചാല് എന്റെ ആള് എന്നെ തേച്ചപ്പോ ഞാൻ ഇവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ബിബിൻ എന്ന അവന്റെ പേര്. അപ്പൊ ഞാൻ ഇവന്റെ ഈ ഗേയാന്നുള്ള കാര്യമില്ല, ഞാൻ അവൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് കളിയാക്കിക്കൊണ്ട് ചിരിച്ച് ആ കളിയാക്കലിൽ എൻ്റെ ചത്ത്. അപ്പൊ അതുകൊണ്ട് എന്നോട് ചോദിക്കുക, നിന്നെപ്പോലെ നിനക്ക് തോന്നുന്നുണ്ടാടി അവൻ അങ്ങനെ ഒരു കുറവുണ്ടെന്ന്? ഞാനൊക്കെ ഇന്നലെയൊന്നും അല്ലടി അവനെ കാണാൻ തുടങ്ങിയെന്ന്. വർഷങ്ങളായിട്ട് കാണാൻ തുടങ്ങിയ ആൾക്കാരാ. അവന് താല്പര്യമില്ല അവന്റെ കാര്യം കഴിഞ്ഞപ്പോ അവൻ വിട്ടേണം. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയ. അപ്പൊ അതുകൊണ്ടാണ്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. ആ സമയത്തൊക്കെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പൊ ഈ 2 എണ്ണത്തിനെ മാത്രമേ റിയൽ ആയിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ കസിനാണ്. അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടാണ്. ബ്രേക്കപ്പ് ആയത് ഡിസംബർ 31 ബ്രേക്കപ്പ് ആയി. എന്താണ്, ആരാണ് ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്? കാര്യം വെച്ചാല് എനിക്കൊരുപാട് ഇഷ്ടമൊക്കെ ആയിരുന്നു, നല്ല രീതിയിൽ കാര്യമായിരുന്നു. കാരണം വെച്ചാ എങ്ങനെയാ പറയാ, അത് ഞങ്ങളുടെ എന്ന് പറയുമ്പോ 1 വർഷത്തെ റിലേഷൻ ആയിരുന്നു. അപ്പം നല്ല ഇതായിട്ടൊക്കെ വന്നോണ്ടിരിക്കുവായിരുന്നു. വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചില ജീവിതത്തിന്റെ ചില വ്യക്തികൾക്ക് നമ്മുടെ ജീവിത സാഹചര്യം കേട്ടാൽ മനസ്സിലാവും. ചില ആൾക്കാർ അഭിനയിച്ച് നിൽക്കും, നിന്റെ വിഷമങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാനുണ്ട് നിന്റെ കൂടെ. വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാച്ചു കഴിഞ്ഞാൽ ഞാനെന്നൊരു വ്യക്തിയുടെ വിഷമങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എന്നോടൊരു താല്പര്യമില്ലാതായി. ചില ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ. ഇപ്പൊ നമുക്ക് സാമ്പത്തികം ഉണ്ടോ, അല്ല വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് ന്യൂട്രൽ അന്വേഷിക്കും. വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, വീട് 2 നിലയാണോ 1 നിലയാണോ, അപ്പനെന്താ ജോലി, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ ഇല്ലേ. നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ടല്ല, സ്റ്റാറ്റസ് നോക്കുന്ന വ്യക്തികളാണത്. അതുകൊണ്ട് മാത്രമാണ് അത്തരക്കാർ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയാൽ മതി. എല്ലാ കാര്യത്തിലും അതേ ആൾക്കെന്ന് പറയുമ്പോൾ ഭയങ്കര ഈഗോയാ. ഞാനാണ് ഈ വലിയ ഈഗോ എന്നുള്ളൊരിത് പുള്ളിക്കാരൻ്റെ സ്വയം തന്നെ. നല്ല ഇതായിട്ടൊക്കെ പോയതാണ്, കാണാറൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഇവിടെ കൊച്ചിയിലായിരുന്നു, ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്യേണ്ടിരുന്നത്. അപ്പം ഞാനിവിടുന്ന് കൊച്ചിക്ക് ഇല്ല, അങ്ങനെ മീറ്റപ്പ് ചെയ്യുമായിരുന്നു. കണ്ട് സംസാരിക്കും, എന്നെ കാണാൻ ആലപ്പുഴയ്ക്ക് വരും. നമ്മുടെ ഈ കൂടുതലും ഞങ്ങൾ ആലപ്പുഴ വെച്ചൊന്നും മീറ്റ് ചെയ്യാറില്ല. കാരണം നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ കസിൻസൊക്കെ കാണുമെന്നൊരിതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ പോകാറുള്ളൂ. ഇങ്ങനെയൊക്കെ കണ്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോസ്മെറ്റോളജിയുടെ കാര്യം, അതിപ്പോൾ ഞാൻ ഡെയിലി പോകുന്ന യാത്ര റിസ്ക് ആയത് കൊണ്ടിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഇടയ്ക്ക് പഠിക്കാറ്. വല്ലപ്പോഴും ഒന്ന് കോളേജിൽ പോകത്തുള്ളൂ. യാത്ര അത്ര റിസ്ക് ആയതുകൊണ്ടാണ്. അപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ എൻ്റെ ആളുടെ കാര്യം പറയുന്നത്. അപ്പം എൻ്റെ ആളാണെങ്കിൽ തന്നെ ഇവനിപ്പം ഞാനിവിടുന്ന് ഇവനെ കാണാൻ അങ്ങോട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പോണ സമയത്തൊക്കെ ആദ്യത്തെ ആളെപ്പോലെയൊക്കെ തന്നെയായിരുന്നു മൈൻഡ് സെറ്റ്. വീണ്ടും രണ്ടാമതും
അല്ല, ആദ്യത്തെ ആളെ പോലെ ഗെയ്ഡ് മൈൻഡ് അല്ല, ഓക്കെ ഒരു ഫിസിക്കലി ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതായത് പ്രണയം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണെന്നാണ് ഇപ്പോ എല്ലാരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു റിലേഷൻ ആയാല് ഒരു ഫിസിക്കൽ അവിടെ ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യം. എന്ന് പറഞ്ഞിപ്പോ ഒരാണും പെണ്ണും തമ്മിൽ റിലേഷൻ ആയാലും അവർ തമ്മിൽ ഫിസിക്കൽ ചെയ്യുന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന റിലേഷനിൽ അങ്ങനെ ആയി പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. സിൻസിയർ ആയിട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ അവർ ചില ആൾക്കാർക്ക് ഒരു ഉറപ്പുണ്ടത്. ചില ആൾക്കാരെ ഞാൻ കണ്ടു, എൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ തന്നെ, എൻ്റെ ഫ്രണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് എത്ര ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് അവരുടെ കാര്യങ്ങൾ. എൻ്റെ ലവർ ഇപ്പം താങ്കളോട് എത്ര ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഫിസിക്കല് എൻ്റെ പെണ്ണുമായിട്ട് ഞാൻ ഒരുപാട് തവണ ആയിട്ടുണ്ടടി, അവളിപ്പം എന്നെ ചതിച്ചിട്ട് പോയെന്ന്, ഇപ്പം എന്നെ വിളിക്കുന്നില്ല എന്ന്. അപ്പം അവന് പൊട്ടിക്കരയുക. ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് വിളിക്കുന്നില്ല, നിങ്ങൾ തമ്മിൽ നിനക്ക് ഇതിന് മാത്രമുള്ള, നീ എന്താ നിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യടാ, അവൾ മാത്രമേ ഉള്ള ഈ ലോകത്ത് പെണ്ണായിട്ട്, അല്ലെങ്കിൽ നീ ഒന്ന് വിളിക്കാണ്ട് ഒന്ന് മെസ്സേജ് അയക്കാണ്ടൊക്കെ ഇരിക്കി എന്ന് പറയുമ്പോൾ അവൻ പറയുവേ എനിക്കവളെ മറക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് മറക്കാൻ പറ്റുന്നില്ല, നീ അവളുമായിട്ട് ഫിസിക്കൽ കഴിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പം എനിക്കായിരുന്നു മറുപടി എന്താ അറിയാമോ, ഞാൻ അവളെ ഫിസിക്കൽ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എത്ര തവണ, എണ്ണം പറയാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോഴും നിനക്കിപ്പോഴും അവളെ ഉപേക്ഷിക്കാൻ, ഞാൻ അതിനുള്ളൊരു മറുപടി കൊടുത്തവന്. അപ്പം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ചില ആൺപിള്ളേരുണ്ട് സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന, മനസ്സിൽ അത്ര ഇതായിട്ട് അത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അത്രക്ക് സിൻസിയറായിട്ടുള്ള ഒരു റിലേഷൻ ആണെങ്കിൽ ഒരു കാരണവശാലും അവിടെ എത്ര ഫിസിക്കലായെന്ന് പറഞ്ഞാലും ഉപേക്ഷിക്കത്തില്ല. അല്ലാത്ത ആൺപിള്ളേരുടെ മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞു തരാം. ചതിക്കുന്ന ആൺപിള്ളേരുടെ മൈൻഡ് സെറ്റ്, ഒരു പെണ്ണൊരു ടൈറ്റുള്ള ചുരിദാർ ഇട്ടു, അല്ലെങ്കിൽ ഒരു ടൈറ്റുള്ള ബനിയൻ ഇട്ട്, അല്ലെങ്കിൽ ടൈറ്റുള്ള ജീൻസ് ഇട്ട്, എടി ഇത് അടിപൊളിയാണല്ലോ, അല്ലേ പോട്ടെ ലൂസായിട്ടൊരു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു, എടി ഈ ചുരിദാർ ലൂസാണ് കേട്ടോ, നിനക്ക് ടൈറ്റുള്ള ജീൻസും ബനിയനാണ് അടിപൊളി. അത് ഉദ്ദേശം വേറെ ലെവലാണ്, സിൻസിയറായിട്ടുള്ള റിലേഷനല്ല, ഒരു കാരണവശാലും അല്ല. അവൻ്റെ ഉദ്ദേശം ഫിസിക്കലാണ്. അവന് കാര്യസാധ്യം നടത്താൻ വേണ്ടിയിട്ട് അവൻ അവൻ്റെ ആഗ്രഹങ്ങളെ സ്വയം ഇതാവുന്നു, അത്രമാത്രം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം അവിടെ വന്നത്, അല്ലെ വരത്തില്ലല്ലോ. ഇതൊരു സ്ത്രീ ഇരുന്ന് ഇവിടെ പറയുമ്പോൾ സ്ത്രീകൾ എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ആരാണ് സിൻസിയർ, ആരാണ് സിൻസിയർ അല്ലാത്തത് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞു തന്നത്. അത് നമ്മളെല്ലാവരും, ഇപ്പം താങ്കൾ പറഞ്ഞു ഒരു റിലേഷൻഷിപ്പ് ആയി ഫിസിക്കൽ ഉണ്ടാവും, ശരിയാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മൾ ആത്മാർത്ഥ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ ചതിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് 19 വയസ്സുകാരി ജനാല കൂടെ ഒരു കുട്ടീനെ. ഞാൻ പ്രതികരിച്ചത് കണ്ടില്ലേ, ഞാൻ എന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ നല്ല പൂരത്തറിയാന്ന് ഇവിടെ നിന്ന് പറഞ്ഞോട് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോ, നല്ല രീതിയിൽ ചിമിട്ടം തെറി തന്നെ കൊടുത്തത്. ഞാൻ അപ്പോഴും സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, പോലീസുകാർ കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല, കോടതി കയറേണ്ടി വന്നാലും ഞാൻ കയറിക്കോളാന്ന് തന്നെയിട്ട്. ഈ ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതിൽ പോലീസുകാരൊന്നും ഇല്ലേ? അങ്ങനെയാണ് എനിക്ക് നേരെ ആക്ഷൻ എടുക്കേണ്ട സമയം അതിനെപ്പറ്റി പ്രതികരിച്ചത് എങ്ങനെയാണ്, എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? കാരണം അവളൊന്നും അമ്മയല്ലാത്തത് കൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ ജനലിലൂടെ അവളുടെ ആ ഒരു ഞരമ്പ് രോഗം കാണിച്ചപ്പോൾ തന്നെ അവള് അമ്മയെന്നൊരു മാതൃത്വം അവിടെ മറന്നു. ശരിയാണ്. പിന്നെ അവളെ തള്ളേന്നുള്ള രീതി എന്തിനു നിൽക്കണം? പക്ഷെ ആ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തിനു സപ്പോർട്ട് ചെയ്യുന്നത്? സൊസൈറ്റിയാണ് അവരിങ്ങനെ ആക്കിയെന്നാണ് നമ്മുടെ ചാനലിരുന്ന് ശ്രീലക്ഷ്മി അറക്കിൽ പറഞ്ഞത്. ഞാൻ ആ പുള്ളിക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ, ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞ കാര്യമാണ്, സൊസൈറ്റി അല്ലേ ആ ഒരു 19 വയസ്സുകാരിനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. പക്ഷെ എൻ്റെ മനസാക്ഷിക്ക് അത് സൊസൈറ്റി അല്ല, അവര് ചെയ്തൊരു തെറ്റ്, അല്ലെങ്കിൽ അവര് ശ്രദ്ധിക്കാത്ത പറ്റിയൊരു കാര്യം. ഒരിക്കലും അല്ല. കാരണം അവൾ ചെയ്തത് കൊലയാണ്. മരിച്ചില്ലേ കുട്ടി? കുഞ്ഞ് മരിച്ചിട്ടില്ല, ജനലിലൂടെ അറിഞ്ഞതിന്റെ അല്ലേ ഈ പറയുന്നത്. കൊച്ചിനൊന്നും കുഴപ്പമൊന്നുമില്ല, ആ ചെയ്തത് കൊലയാണ് ചെയ്തത്. ഇപ്പം അതിനെതിരെ റിയാക്ട് ചെയ്തതില് ഇപ്പം 1 മില്യൺ എടുക്കാറായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആൾക്കാരുണ്ട്. അതിൽ എനിക്ക് റിയ പറഞ്ഞ പല കാര്യങ്ങളും ഭയങ്കര വാലിഡ് ആയിട്ട് തോന്നി. ഫിസിക്കലായി അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ ആളുമായിട്ട് ഫിസിക്കലി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എന്നെ അറിഞ്ഞു കിട്ടുന്നവൻ കിട്ടിയാൽ മതി. കാരണം എന്റെ മനസ്സിൽ കള്ളങ്ങളില്ലാത്തതുകൊണ്ട് സത്യസന്ധമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെ റാൻഡം ആയിട്ട് പല ആൾക്കാരായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരാൾ വരുമ്പോൾ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ഫാന്റസി ഒക്കെ പോയില്ലേ? അതായത് ഞാനിത് വായിച്ചത് അല്ലെങ്കിൽ അറിയാൻ സാധിച്ചത്, നമ്മൾ 4, 5, 6 ആൾക്കാരായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 7ാമത്തെ ആളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഫാക്ടറാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പല വിവാഹ ജീവിതത്തിലും ഇപ്പോൾ
ഭാര്യ വേറെ റൂമിൽ, ഭർത്താവ് വേറെ റൂമിലും, അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ അതിനൊരു ഫാന്റസി ഇല്ലാത്തടത്തോളം കാലം എങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനെപ്പറ്റി താങ്കൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമൊക്കെ മുത്തേ പൊന്നെ പിണങ്ങൽ എന്നൊരു ഡയലോഗ് ഇല്ലേ, ആദ്യം എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് മുത്തേ പൊന്നെയൊക്കെ നേരെ റിട്ടേൺ തിരിയും. ജീവിതമായി കഴിയുമ്പോ കുറെ സീരിയസ് വരുമല്ലോ കാര്യങ്ങൾക്ക്. അപ്പൊ എന്നും കുന്തും ഇങ്ങനെ സ്നേഹിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ മുമ്പേ നല്ല പ്രണയ ജോഡികളായിരിക്കും, വിവാഹത്തിന് മുമ്പ് പ്രണയ ജോഡികളായിരിക്കും. വിവാഹം കഴിഞ്ഞതിന് ശേഷം കുടുംബജീവിതമാണ്. അപ്പോൾ കുറച്ചുകൂടെ സീരിയസ് വേണം അവിടെ. നമ്മുടെ കുട്ടി കളിച്ചിരിക്കാനുള്ള പ്രായമല്ല. കുടുംബജീവിതം മുമ്പോട്ട് നയിക്കണക്കുറിച്ചും ജീവിതം എങ്ങനെയായിരിക്കണം എല്ലാത്തിനെ കുറിച്ചൊരു സീരിയസ് വേണം. ചുമ്മാ ഒരു ടൈം പാസ് ആയിട്ട് ഒരിക്കലും ഒരു ജീവിതം കാണരുത്, വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത്. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ല, താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു കാര്യത്തിനുള്ള റിപ്ലൈ, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്, ചേരുമ്പടി ചേരാത്ത ആൾക്കാരായതുകൊണ്ടാണ് രണ്ട് രീതിയിൽ കിടക്കുന്നത്. ഹസ്ബൻഡിന്റെ അടുത്ത് പോയി വൈഫ് കിടക്കാത്തത്, അവർ തമ്മിൽ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ് കാണും, ചിലപ്പോൾ പലതും വരാം അവിടെ. ചിലപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി വേറെ അതറുമായിട്ട് വല്ല റിലേഷനോ, അല്ലെങ്കിൽ വൈഫിന് നേരെ ഇതുപോലെ തന്നെ സെയിം തന്നെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ അതും വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ ബാക്ക് ടു റിയനെ ആൾക്കാർ കളിയാക്കുന്നത് ഈ കോലം കണ്ടിട്ടും, അല്ലെങ്കിൽ പല്ല് പൊന്തി, അല്ലെങ്കിൽ ശരീരം നിനക്ക് കഴിക്കാനൊന്നും തരുന്നില്ലേ എന്നൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടിരുന്നു. ഞാനിപ്പോ നേരിട്ട് കണ്ടപ്പോഴും താങ്കൾ ഭയങ്കര സ്ലിം ആണ്, ചില ആൾക്കാർ എത്രത്തോളം കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈ വിരലിന്റെ വണ്ണം കണ്ട, അതെ, ഇത് എന്തുമാത്രം ഇട്ടുണ്ട് ഇതാക്കുന്ന. എനിക്ക് ഈ ഒരു വിരലുണ്ടല്ലോ, ഇത് കണ്ടിട്ട് എത്ര വയസ്സുള്ള കുഞ്ഞിന്റെ വിരല് പോലെ തോന്നുന്നുണ്ട്. ക്ലാസ്സിലൊക്കെ ചെറിയ കുട്ടിയുടെ വരില്ലേ, വയസ്സ് 29 ഉണ്ട് ഇപ്പഴും കണ്ട. അതാണ് എന്റെ ചോദ്യം. എന്താണ് ഇതെനിക്ക് ഇപ്പഴും സന്തോഷം മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് മുറിച്ചു കളയാനോ ഒടിച്ചു കളയാനോ പറ്റത്തില്ല. മനസ്സിലായോ? അത് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് എന്ത് കുറവുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അങ്ങനെ ചോദിക്കാനുള്ള റീസൺ താങ്കൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ? പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു 10-22 കൊല്ലമായിട്ടുണ്ട് തൊണ്ടയ്ക്ക് ടോൺസിലൈറ്റിസിന്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കും. എനിക്ക് സർജറിയൊക്കെ ആ സമയത്ത് പേടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കമന്റ് ഇടാൻ ചാൻസ് കാണും, ചിലപ്പോൾ ആൾക്കാർ പറയാൻ പറ്റില്ല. ഇത്രയും വായ്ത്താളോളം നീയാണോ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഡയലോഗ് ഇടുന്നത്, കുറേ എണ്ണങ്ങൾ പറയും. അതങ്ങനെ ഇരിക്കട്ടെ, അതൊക്കെ ഉള്ള കാര്യം തന്നെ, അതിനൊക്കെ തന്നെ ഇടമുണ്ട്. പക്ഷെ സർജറി എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി. അതെ. അപ്പോ അങ്ങനെ ആ സമയത്ത് ഇതിന്റെ സ്റ്റാർട്ടപ്പ് ആയ സമയത്ത് കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ, അന്ന് സർജറി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വഷളാവത്തില്ലായിരുന്നു. തൊണ്ടയ്ക്ക് ടോൺസിലൈറ്റിസിന്റെ പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക്. അപ്പൊ ഇതന്ന് കാര്യമാക്കിയില്ല. അപ്പൊ അതിപ്പോ കുറച്ചുകൂടെ വഷളായിട്ടുണ്ട് എനിക്ക്. കുറച്ചുകൂടെ അല്ല, കാര്യമായിട്ട് വഷളായി. മുമ്പ് നടന്ന ഒരു കാര്യമാണ് പറയുന്നത്. മുമ്പ് നടന്നതിന്റെ ആ സമയത്ത് കുറച്ചുകൂടെ ഇതായിട്ടുണ്ട്. അപ്പം അത്ര കാര്യമാക്കിയില്ലായിരുന്നു. ഇതങ്ങോട്ട് സീനായി ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നതിന് ഭയങ്കര പ്രശ്നം വന്നു. ആഹാരം കുടുങ്ങാൻ തുടങ്ങിയതുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഭയങ്കര പ്രശ്നമായപ്പോഴത്തേക്ക് അമ്മച്ചി അപ്പയൊക്കെ കരയും ഒരുപാട്. അവർക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അപ്പനും അമ്മ എൻ്റെ അടുത്തുള്ളപ്പം മാത്രമേ എനിക്കൊരു ധൈര്യമുള്ളൂ. ഞാനെന്നൊരു വ്യക്തി പുറത്തോട്ട് എവിടെയെങ്കിലും പോണ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എൻ്റെ തന്തയും തള്ളയുടെയും പകരമാവത്തില്ല. കാരണം മാതാപിതാക്കൾ ജീവിച്ചിരിക്കാൻ മാത്രമേ അവരുടെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരിക്കലും അതറിൽ നിന്നും കിട്ടത്തില്ല അത്ര ഒരിത്. ചിലപ്പോൾ പാരൻസിനെ പോലെ ഒരിത് കാണിക്കില്ല അതർ. അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ കുറേ അധികം പ്രശ്നമായിപ്പോയി. ഇനിയിപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതൊരുപാട് ഇൻഫെക്ഷൻ ആയിപ്പോയി. അപ്പം എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് ആഹാരം ഇറങ്ങുന്നില്ല, ശ്വാസം ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലാത്ത, എൻ്റെ ഉള്ളിൽ ഞാൻ നീറുന്നുണ്ടെങ്കിലും കാണികളുടെ മുമ്പിൽ സന്തോഷമുണ്ട് തന്നെയാണ്. കാരണം എൻ്റെ ചില കാര്യങ്ങൾ ഒതുക്കേണ്ടിടത്ത് ഞാൻ ഒതുക്കും, ആരോടും പറയില്ല. ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ മനസ്സ് തുറക്കാൻ തോന്നി ഇവിടെ, അതുകൊണ്ട് പറഞ്ഞു പോവാം. അപ്പൊ ഇത് കാര്യമാക്കിയില്ല. അങ്ങനെ 10-22 വർഷമായി, ഇന്നും ഒരു മരുന്ന് പോലും ഇല്ല, പോയിട്ടില്ല. അതിന്റെ സർജറി ഞാൻ മരിച്ചു പോയി എന്ത് ചെയ്യും ചിലപ്പോ, പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ട്. മെയ് സർജറി ആയിരിക്കും. കാരണം ഇത്രയും ഡോക്ടർമാർ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, എന്തുകൊണ്ട് ഇതിന് സ്റ്റാർട്ടപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് വോയിസ് ഉണ്ടോ തിരിച്ചിട്ടെ? പക്ഷെ ആ വോയിസ് നോക്കിയിട്ട് കാര്യമില്ല. താങ്കൾക്ക് ഇപ്പോഴും
ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു. ഇപ്പൊ 5 കൊല്ലത്തിന് മുമ്പ് അമ്മയും ഞാനും കൂടെ പോയി കാണിച്ചതാ. അന്ന് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയൊക്കെ കുഞ്ഞെ ഇതിപ്പോ ഇത്ര നിനക്കിപ്പോ ഇത്ര വയസ്സായി, ഇത്ര ഇത് ഭയങ്കര ഇൻഫെക്ഷൻ ആയിപ്പോയല്ല, ഇതെന്തുകൊണ്ട് കാണിച്ചില്ല, ഇതിപ്പോ ഭയങ്കര ഇതായിപ്പോയല്ല, അതോ ഇതിപ്പോ ചെയ്താലും മെയിൻ സർജറിയാണ്, ഇത് ഒന്നെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാന്ന്. തൊണ്ടയും കണ്ണായിട്ട് ബന്ധമുണ്ടോ? അതല്ല, ആ ഡോക്ടർ പറഞ്ഞ കാര്യം അത്. എന്റെ പെറ്റതുള്ള സത്യം പറഞ്ഞ കാര്യം, ഒന്നെങ്കിൽ ചെവിയുടെ കേൾവി പോവാന്ന്. വായിടകത്താണ് ഇത് സംഭവിച്ച, വലിയ ബോള് പോലെ നിൽക്കുക. ചില ആണുങ്ങൾക്ക് പൊതുവെ വരാറുണ്ട് ഈ ഒരു ഇത്. എനിക്കെന്ന് പറയുമ്പോ നല്ല വലിപ്പമുള്ള ബോള് പോലെയാ, എന്നിട്ട് അതിൽ ഒരേ ഹോള് പോലെ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇത് എന്തുകൊണ്ടാ കുരുങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിക്കുന്ന ഒരേ ചോറിന്റെ ഇത് ഈ ഹോളിനകത്തോട്ട് വന്ന് കേറും, സ്ട്രൈറ്റ് പോകത്തില്ല. ഇതിങ്ങനെ ഇവിടെ ഇരിക്കും, ഈ ഭാഗം കണ്ട ഇവിടെ ഇത്ര വലിപ്പം ഉണ്ടാവും, ഇത്ര ഇതുണ്ടാവും. അപ്പം നല്ല വലിപ്പമുള്ള ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഈ ആഹാരം ചെന്നിട്ട് ആ ഹോളിലാണ് ചെന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് എന്തോ തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്തെടുക്കും, വെപ്രാളം കൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ, ഈർക്കിലെടുക്കുക, എടുത്തിട്ട് ആ ഹോളിനകത്തോട്ട് ഈർക്കിലെടുത്തിട്ട് ആ പറ്റെടുത്ത് കുടുക്കി താഴത്തോട്ട് ഇടും. മനസ്സിലായില്ല, തൊണ്ടയിലെ ഈർക്കിൽ കുത്തി ചോറെടുത്ത് ഇറക്കുന്നോ? കാരണം ഈ ഹോളിന്റെ അകത്തോട്ട് കേറും. എങ്ങനെ താങ്കൾക്ക് അത് കാണാൻ പറ്റുന്ന? ഈർക്കിൽ കണ്ണാടി താഴത്ത് വെച്ചാ പോരെ, നമ്മൾ കണ്ണാടി ഇല്ലേ മുഖം നോക്കുന്ന കണ്ണാടി താഴത്ത് വെക്കുക, നോക്കും. എന്നിട്ട് ഈർക്കിൽ വെച്ച് കൊടുക്കും. ഈർക്കിൽ വെച്ചിട്ട് ഈ പറ്റി ഇതിനകത്തോട്ട് കേറുന്ന അറിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ചോറും വെറ്റ് ഇതിലിരിക്കുമ്പോ താങ്കൾ ഈർക്കിൽ വെച്ചിട്ട് കണ്ണാടി നോക്കി സ്വന്തം കഴുത്തിനുള്ളിൽ നിൽക്കും. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ ഈ ടോൺസിലൈറ്റിസിന്റെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ ഇൻഫെക്ഷൻ ആയിപ്പോയെന്ന് പറഞ്ഞില്ലേ, ഒരുപാട് ഹോളുണ്ട് അതിനകത്ത്, അതൊക്കെ എനിക്ക് മനസ്സിലായി, കട്ടി പിടിച്ചിരിക്കാറുണ്ട്. മനസ്സിലായി. അപ്പൊ താങ്കൾ തന്നെ ഈർക്കിളി കൊണ്ട് ബാ തുറന്ന് ഉള്ളിലോട്ട് എടുത്ത് കളയുമെന്നാണ് പറഞ്ഞത്. അതായത് ഈ പറ്റില്ലേ, ഈ ചോറ് പറ്റ്, അത് ആ ഹോളിനകത്തോടിക്കുമ്പോ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് താങ്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരല്ലേ? അത് ആ ഈർക്കിളി കുത്തിയ പോരെ, വലിയൊരു ഇൻഫെക്ഷനും പഴുക്കാനും ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര വെപ്രാളം കൊണ്ടിട്ടാ ചോറ് എത്രയും ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. എന്റെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ, ഞാനല്ലേ വേദന തിന്നുന്ന ആള്. നിങ്ങളെന്നൊരു വ്യക്തിക്ക് എന്റെ ഇതിൽ പറഞ്ഞുതരാൻ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അത് ഡോക്ടറെ കണ്ട് അതിന് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ അതല്ലേ നല്ല ഉറപ്പുണ്ട്. ഇത് പറയാൻ കേട്ട ആരും എന്താ പറയാ അനുകരിക്കരുത്. ബിക്കോസ് ഈർക്കിളിയൊക്കെ തൊണ്ടയിലൊക്കെ കുത്തി കഴിഞ്ഞാൽ, ഈർക്കിളി എന്നല്ല, നമ്മൾ ഒരാളും വേറൊരു സാധനം ഒബ്ജക്റ്റ് എടുത്ത് നമ്മൾ സ്വയം ഡയഗ്നോസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. എന്തെങ്കിലും ഇപ്പൊ ചില ആൾക്കാർ മുള്ളൊക്കെ പോയി കഴിഞ്ഞാല് പഴം വിഴുങ്ങും, മറ്റത് ചെയ്യും, ലാസ്റ്റ് ശരിയാണ്. പക്ഷെ എനിക്ക് വേദന കൊണ്ടിട്ട് ബ്ലഡ് വരാറുണ്ട്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനെന്ത് നാട്ടുകാരെ നോക്കുമ്പോ ഞാനെന്തൊരു വ്യക്തിയാണ് സന്തോഷിച്ച് നടക്കുക, കിട്ടുന്നത് ഇതൊക്കെ എന്റെ ചോയ്സാണ്, ഞാൻ കിട്ടണ വേണ്ടി. അതുകൊണ്ടാണ് താങ്കൾക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അപ്പാടെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതേ താങ്കൾക്ക് ഇവിടെ പുറകുവശത്തായിട്ടൊരു മുഴയുണ്ട്, അതിപ്പം അത് സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യിക്കണം. അത് ഒരു 2-3 വർഷമായി വന്നിട്ട് അത് വെച്ചോണ്ടിരിക്കുകയാണ്, പേടിച്ചിട്ടാണ് വെച്ചോണ്ടിരുന്നത്. അപ്പം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ ഒരു ധൈര്യം, എൻ്റെ അമ്മ പറയാം, ഇത് മോനെ ഇങ്ങനെയുള്ള മുഴയൊക്കെ ക്യാൻസർ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വരുന്നതാണ്, അപ്പം അതുകൊണ്ട് എൻ്റെ മകളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതെടുത്ത് കളർന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് സർജറി ഉണ്ട്, ഇപ്പം അടുത്ത ആഴ്ച അമ്മയ്ക്ക് സർജറി ഉണ്ട്, കാതിൻ്റെ സർജറി ഉണ്ട്. അപ്പം അമ്മയുടെ അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ അത് ചെയ്ത് മാറ്റാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് ചെയ്യിക്കത്തില്ല, കാരണം അത് നിങ്ങൾ പറയുന്ന പോലെ പറയാൻ ബേസിയാണ്. നിങ്ങൾ നേരത്തെ മണ്ടത്തരം ചെയ്തെന്ന്. എന്തുകൊണ്ടാ വെച്ചാല് നമ്മളീ കഴിക്കുന്ന ആഹാരം, ഈ ചോറുണ്ടല്ലോ, ഇത് നേരെ പോകാനുള്ള, എനിക്ക് പോണത് ഇവിടെ നേരെയും പോകും, ഇവിടെയൊക്കെ ബുദ്ധിമുട്ടുകളാണ്, ഇവിടെയൊക്കെ ബുദ്ധിമുട്ടാണ്, എനിക്ക് അത്ര ബുദ്ധിമുട്ടാണ്. അല്ല, ഇതിന് ആധികാരികമായിട്ടല്ലേ ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പഠിച്ച വ്യക്തിയല്ല, എനിക്കറിയില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് അറിയത്തുള്ളൂ. 10-22 വർഷമായിട്ടൊന്ന് ചിന്തിച്ച ഒരു മരുന്നാവട്ടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ആയിട്ടുള്ള വിഷമം എനിക്ക് മാത്രം അറിയത്തുള്ളൂ. സോറി, ഞാൻ അങ്ങനെ ചോദിച്ചില്ലേ, എനിക്കറിയില്ല. ഇതുപോലെ പല ആൾക്കാർക്ക് പല രീതിയിലായിരിക്കാം, മനുഷ്യന്മാരാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനൊന്നൊരു റിയ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ മേഴ്സി എന്ന് പറഞ്ഞ വ്യക്തി, റിയ അതിലെ ഞാൻ ഉറപ്പിക്കുന്നു, റിയ എന്ന് പറഞ്ഞ വ്യക്തി. റിയ എന്നൊരു കാരണം വെച്ചാല് നാട്ടുകാരെ നോക്കുമ്പോൾ മേഴ്സി എന്നൊരു പേരുണ്ട്. വീട്ടിൽ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ മേഴ്സി എന്നാണ്, മേഴ്സി. പിന്നെ നാൻസി എന്നൊരു പേര് എൻ്റെ അമ്മയിട്ട്, നാൻസി വീട്ടില്. അപ്പൊ നാട്ടുകാർ നോക്കുമ്പോ നാട്ടുകാർക്ക് ജാൻസി എന്നൊരു പേരാണ്, ജാൻസി റാണി അങ്ങനെയുള്ള ഇത് നാട്ടുകാര്.
നാട്ടുകാരുടെ ഒരു ഇതിൽ അവരായിട്ട്. പക്ഷെ എനിക്കൊരു പേര് എൻ്റെ വീട്ടുകാരിട്ടിട്ടുള്ളൂ, നാൻസി. ഒരുത്തൻ എന്നെ, എൻ്റെ നാട്ടിലുള്ള ഒരുത്തൻ എന്നെ കയറി ജാൻസി എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ, ഞാൻ മൈൻഡ് കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം ആ ഒരു പേര് അർത്ഥമില്ലാത്തതുകൊണ്ട്. നാൻസി എന്ന് വിളിക്കാൻ പറഞ്ഞ് ഞാൻ മൈൻഡ് കൊടുക്കും. കാരണം എൻ്റെ വീട്ടുകാരിട്ട പേരല്ലേ നാൻസി എന്ന്, അവനായിട്ടിട്ട പേരല്ലല്ലോ ജാൻസി റാണി എന്ന്. ഓക്കെ, അപ്പോ അത്യാവശ്യം പേരുള്ള വ്യക്തിയാണ് റിയ, ജൂനിയർ രേണുസുതി, നാൻസി. ഇല്ലപ്പാ, നാൻസി എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരുപാട് റിയ എന്നൊരു പേരിൽ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അതങ്ങനെ അറിയത്തുള്ളൂ. അപ്പൊ റിയ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. താങ്കൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഫ്രണ്ട്സിന്റെ കാര്യം ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ പേരിട്ടത് റിയ എന്നുള്ള ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. ഫ്രണ്ട്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഫ്രണ്ട്സ് സപ്പോർട്ട് ആണോ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ? എൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ നാട്ടിലെ കൂട്ടുകാർ ഇഷ്ടമല്ല, എനിക്ക് നാട്ടിലെ ഫ്രണ്ട്ഷിപ്പ് താല്പര്യമില്ല. പക്ഷെ നാട്ടിലുണ്ടാന്ന് വെച്ചാൽ 2-3 കൂട്ടുകാർ മാത്രം നാട്ടിലുള്ള, അവരൊക്കെ ഇവിടെ ഇല്ല. ഇവിടത്തെ നാട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരും അല്ല, അവരൊക്കെ പുറത്താണ്. പിന്നെ എൻ്റെ ഒരു ഏരിയ കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിൽ 14 ജില്ലയും ഫ്രണ്ട്സാണ്. കേരളത്തിൽ 14 ജില്ലയിൽ ഫ്രണ്ട്സ് ഉണ്ട്. സ്വന്തം നാട്ടില് അങ്ങനെ വലിയ കമ്പനി. കാരണം നാട്ടിലെ കൂട്ടുകാരെന്ന് പറയുമ്പോ നമ്മളോട് ഇങ്ങോട്ടും മിണ്ടാറില്ല, നമ്മളങ്ങോട്ടും മിണ്ടാറില്ല. ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ്? ക്ലാസ്സില് പഠിക്കാനിരുന്ന സമയത്ത് ഒരു ബെഞ്ചിൽ ഇരുന്നിട്ടുള്ള പരിചയം കാണും. അങ്ങോട്ട് നോക്കിയ പരിചയമുള്ളവൻ, ഇങ്ങോട്ട് നോക്കിയ പരിചയമുള്ള വ്യക്തികൾ, പരിചയമുള്ള കൂട്ടുകാരി, അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഞാനായിട്ട് വെച്ചിട്ടില്ല. ഞാൻ അതിനൊരു ഇതും കൊടുത്തിട്ടില്ല. എനിക്ക് അത് താല്പര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് അതുകൊണ്ട് അങ്ങനെ വലിയ കമ്പനിക്കാരില്ല. നാട്ടില് കുറച്ച് കൂട്ടുകാർ എൻ്റെ കൂടെ ചെറുപ്പം നാളോട്ട് പഠിച്ച ആൾക്കാരെന്നൊരു പേരിൽ പറയാം, അല്ലാതെ ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും എനിക്കില്ല. പരിചയമുണ്ട്, അത്രയൊക്കെ തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു കാര്യം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്ന വ്യക്തികളാണ് അങ്ങോട്ട് നോക്കി ചിരിക്കാൻ. നമ്മളോട് സൗഹൃദം കാണിക്കുന്ന ആൾക്കാരാരാണോ അവരെ നോക്കുക, അവരോട് കൂട്ടുകൂടുക. അങ്ങനെ വേണം എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്കൊരു കറക്റ്റായിട്ട് എവിടെയെങ്കിലും ഒക്കെ എത്തിക്കിട്ടും. ഓക്കെ, ഗുഡ്. അപ്പം ഞാൻ വിചാരിച്ച ഒരു റിയ അല്ല നമുക്ക് ഇന്ന് സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ഓരോരുത്തരും ജഡ്ജ് ചെയ്യേണ്ടത് അവർ കാണിക്കുന്ന റീലോ അല്ലെങ്കിൽ അവരിക്കുന്ന മെസ്സേജുകൾ കൂടിയല്ല. നമ്മൾ നേരിട്ട് ഒരു 1-to-1 ടോക്ക് അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് അവസാനമായിട്ട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പം ഇവർക്ക് ഏറെക്കുറെ ഇപ്പം എൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇന്നലെയൊക്കെ എന്നെ കുറേയൊക്കെ കുറ്റം പറഞ്ഞു നടന്ന ആൾക്കാർ. ഇപ്പം എത്രത്തോളം എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പ്രേക്ഷകർ എത്രത്തോളം എന്നെ അംഗീകരിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പം രേണുവിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രേക്ഷകർ തന്നെ ചിന്തിക്കട്ടെ. കാരണം വെച്ചാൽ രേണുവിൻ്റെ കാര്യത്തിൽ തന്നെ പ്രേക്ഷകരെ കുറേ ഇതാക്കിയെന്ന് പറഞ്ഞു. ഞാൻ ഉള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രേക്ഷകരെ ഒരിക്കലും ഞാനായിട്ട് മോശക്കാരാക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെ. അത് പ്രേക്ഷകർ ചിന്തിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു ആൻസർ അവിടെ കിട്ടും. അപ്പം എനിക്ക് അതൊക്കെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മൾ ആരും ജഡ്ജ് ചെയ്യരുത്. റിയ എന്ന് പറഞ്ഞ വ്യക്തിനെ നമുക്ക് ആദ്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അതിന് സാഹചര്യം ഉണ്ടാവട്ടെ. ഇതൊരു ഇന്റർവ്യൂ മാത്രമാണല്ലോ, അപ്പം അതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചെടുത്തേനെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, റിയ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു നല്ലൊരു കൗൺസിലിംഗ് എടുക്കാൻ താല്പര്യം എടുക്കുക. എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയനാണ്. റിയ എന്ന് പറഞ്ഞ വ്യക്തിയോട് മാത്രമല്ല, ഇത് കാരണം എല്ലാവരോടും, കുട്ടികളെല്ലാവരെയും കൗൺസിലിംഗ്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഒരു സിസ്റ്റം ഇല്ലാത്തത്. ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ അവനെന്തോ ഒരു മാനസിക രോഗമുണ്ട് അല്ലെങ്കിൽ അവൾക്കൊരു മാനസിക രോഗം ഉണ്ടെന്ന് പറയുന്ന വ്യക്തികളാണ് നമ്മുടെ സമൂഹം. അത് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു കൗൺസിലിംഗ് ഓരോ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ അവർക്ക് ഇതുപോലത്തെ സ്റ്റക്ക് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ല. അത് നമ്മുടെ പാരന്റ്സ് ചിന്തിക്കുക, നിങ്ങളെ പോലെ ചിന്തിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും ഉണ്ടായ കാര്യങ്ങളല്ല. ജീവിതത്തിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ ഇരുന്ന് പുകഞ്ഞോണ്ടിരിക്കുക. അത് തന്നെയാണ് ആരെങ്കിലും ഒരാളോട് ഷെയർ ചെയ്യാനുള്ളൊരു ഇത്ര ഞാൻ അയച്ചിട്ടുണ്ട്. ഞാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ്. ഞാനൊക്കെ പോകേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇപ്പോഴും പിടിച്ചു ചേർത്തണമെങ്കിൽ ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിലും ഒരുപാട് ചൂടായതിലും, ചൂടാൻ്റെ അടുത്ത് ചൂടാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. നമ്മള് സംസാരിക്കേണ്ട അടുത്ത് വളരെ മാന്യമായിട്ട് സംസാരിക്കുക, എന്നാൽ റിയാക്ട് ചെയ്യേണ്ട അടുത്ത് ഡബിൾ ആയിട്ട് റിയാക്ട് ചെയ്യുക. താങ്കൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി തന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും മാറ്റി തന്നു എന്ന് പറയുന്നില്ല ഒരു കാര്യത്തില്.
രേണുസുതിയുടെ രേണുസുതിയുടെ അമ്മയച്ഛനും അല്ല, രേണു എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഇപ്പോഴും പറയുന്നത് എനിക്ക് അവളുടെ ജീവനാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണുസുതിനെ ഒരിക്കലും ഞാൻ ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറയണേ രേണുസുതിനെ പോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ രേണുവിനെ പോലെ ഇരിക്കുക അങ്ങനെ പറയാനും ഇഷ്ടമാണ്. രേണുവിന് പരാതി ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് എന്തിനു പരാതി? ഞാനിത് പറയാനുള്ള റീസൺ രേണുവിന്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരൊക്കെ പറയുന്നത് അവർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ രേണുവിനെ പറ്റി പല വീഡിയോയും ചെയ്തു. രേണു സ്മൈൽ ചെയ്തിട്ടുണ്ട് വീഡിയോക്ക് വന്നിട്ട്, എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് രേണു, എന്നോട് മിണ്ടുന്നുണ്ട് രേണു, ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് മിണ്ടുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം ഒക്കെ അത്രയും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ അവളുടെ ഡൂപ്പ് എന്നുള്ളൊരു പേരിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്യാവശ്യം ഇതാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവൾക്ക് അത്ര ഇതായിട്ടുള്ള ഒരാളാണെങ്കിൽ അവൾ എനിക്ക് ഡയറക്റ്റ് വന്ന് മെസ്സേജ് ഇടണം, ഇങ്ങനെയാണ് റിയ, റിയ ഇങ്ങനെ ഒന്നും ചെയ്യരുത്, എനിക്ക് വലിയ ബുദ്ധിമുട്ട്, അനിയത്തിയാണ് ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരെ കൂടി എല്ലാരും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. റിയ വ്യക്തിനെ മാത്രമല്ല അത്ര ഇതായിട്ട് അവളൊന്നൊരു വ്യക്തിനെ അത്ര ഇതായിട്ട് കുറെ ഞങ്ങള് ചവിട്ടി അരച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ രേണുവിന്റെ കസിനാണെങ്കിൽ ഇപ്പൊ എന്താണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒന്നും വീഴാൻ പോണില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് പെരുമാറാം, അത്രേ ഉള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ആൻഡ് വരും ദിവസങ്ങളിൽ താങ്കളുടെ പുതിയ പുതിയ വീഡിയോസ് വരട്ടെ. ആൻഡ് ഒരു ജാൻസറിയാണെ പോലെ മുന്നോട്ട് വരട്ടെ. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ബൈ ബൈ. നമുക്ക് അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ആർ ജിഗരൻ സൈനിങ് ഓഫ് ഫ്രം മൈ മീഡിയോളജിസ്റ്റ്. ബൈ.